ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി സഹായം മകത്തുമതി സഹായം സഹായം നിലവരിയോല 1194 ആണ്ട് മീനമാസം 20-ാം തീയതി വേലയടിയന്തരത്തിന് നമ്മാറ ദേശവും ദേശവാഴിയും ഇരുന്നുകൂടി ശേഖരവും കൂടി എഴുതിയ വരിയോല 1194 ആണ്ട് മീനമാസം 20-ാം തീയതി നമ്മാറ മന്നത്തു നിന്ന് ആനയ്ക്ക് തലയെക്കെട്ട് കെട്ടി എഴുന്നള്ളിച്ച് ശ്രീ നെല്ലിക്കുളങ്ങര കാവിൽ ചെന്ന് 21-ാം തീയതി തിരിച്ച് നമ്മാറ മന്നത്ത് വന്ന് തലയെക്കെട്ട് അഴിക്കുന്നതുവരെ ദേശവും ദേശവഴിയും ഇരുന്നുകൂടി ശേഖരവും ഏക മനസ്സായി നിന്ന് നടത്തേണ്ടതാണ്. വാങ്ങിക്കുന്നീത് ഒറ്റോട്ടത്തിന് പോയി കൊടുത്ത് ചെട്ടിക്കര പോ.
ഹലോ ഗുഡ് മോർണിംഗ്. മെയിൻ നെമ്മാറവേലയുടെ നെമ്മാറവേലയുടെ മെയിൻ ദിവസം ആണിന്ന്. അപ്പോൾ അതെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വേല. ഓക്കെ, അപ്പോൾ കണ്ടോ, ഞങ്ങൾ ഇവിടെ വേലയ്ക്കുള്ള ആനയൊക്കെ ഒരുക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. സ്കൂളിൻ്റെ ബാക്കിൽ ആനകളെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ആനകളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ആന നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് പോയിട്ടാണ് ഒരുക്കാൻ പോണത്. അപ്പം അതിൻ്റെ വീഡിയോസ് ഞങ്ങൾ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ വരിയോല വായിക്കലും പിന്നെ ഇത് കരിക്ക് തീ കൊളുത്തലും അതെല്ലാം കഴിഞ്ഞു. അതെ, നെമ്മാറവേലയുടെ ഒഫീഷ്യൽ സ്റ്റാർട്ട് ആണത്. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കവർ ചെയ്യുന്നുണ്ടാവും. വേലയുടെ ഡീറ്റെയിൽസ് ഇന്ന് കൂടി ഞങ്ങളുടെ വേലയുടെ വീഡിയോസ് വരും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുക. സ്റ്റേ ട്യൂൺഡ്. ബാഗിൽ നിൽക്കുന്ന ആന ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അയ്യപ്പനാണ്, മിസ്റ്റർ അയ്യപ്പൻ. ഓക്കെ, ബാക്കിയുള്ള ആനകളുടെയും വീഡിയോ എടുത്തിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും വേലയ്ക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും അപ്പോൾ വേലയുടെ എല്ലാ ഡീറ്റെയിൽസും കണ്ടോളൂ. അതെ, ഹാപ്പി വേല. ഹാപ്പി വേല. അപ്പോൾ ഇത് നമ്മുടെ ആളാണ് ശ്രീതു. ഇവിടെയുള്ള ആനകൾ ഇന്ന് നെമ്മാറ വേലയ്ക്ക് വരാൻ പോണ ആനകളുടെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ആൾ ശ്രീതു ഡീറ്റെയിൽസ് തരും. ശ്രീതു, ഇതേതാ ആന? തിരുവമ്പാടി ചന്ദ്രശേഖരൻ. തൃശ്ശൂർ പൂരത്തിൽ തിരുവമ്പാടിയും പാർമിക്കാവ് ദേശമുണ്ട്. അത് തിരുവമ്പാടിയിലെ മെയിൻ ആനയാണ്. ഓ, എന്താണ് ചന്ദ്രശേഖരൻ? ഓ, ചന്ദ്രശേഖരൻ. അപ്പോൾ ഇതാണ് മിസ്റ്റർ ചന്ദ്രശേഖരൻ. കണ്ടോ, കൊമ്പൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കുറിയൊക്കെ വരച്ച് നിൽക്കുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്, എന്തായാലും അടിപൊളി. അപ്പോൾ നമുക്ക് അടുത്ത ആനയിലേക്ക് പോകാം അല്ലേ? ഇതേതാന? ഏതാണ്? പത്മനാഭൻ. ആ ബാക്കിലുള്ളതോ? അത് വയലാശ്ശേരി അർജുനൻ. വയലാശ്ശേരി അർജുനൻ. അതേതാണ്? പാലക്കുട്ടിശങ്കരൻ. ഓക്കെ, താങ്ക് യു ശ്രീതു. ആരുടെ? അയ്യപ്പൻ. ഓക്കെ, ഇതാണ് ശരണ അയ്യപ്പൻ. സുന്ദരക്കുട്ടപ്പനൊക്കെ എടുക്കുന്നതൊക്കെ അവിടെ തന്നെയാണ്, വീട്ടിൻ്റെ അവിടെ തന്നെയാണ് വരും. ദീപം ഇഷ്ടം പോലെ വീട്ടിലുണ്ട്. ആനത്തോടാ ഇതാണ് പാമ്പാടി രാജൻ. പാമ്പാടി സുന്ദർ. പാമ്പാടി ഗോവി. അതന്നെ പാമ്പാടി. പാമ്പാടിന്ന് 3 എണ്ണം. ഓ, ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരേട്ട. നമ്മുടെ നെമ്മാറ ദേശത്ത് ഒരു കാരണവരാണ്. അപ്പോൾ ഈ വേല എന്താണ് ശരിക്കും, നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ ഐതിഹ്യം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു നോളജ് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സുന്ദരേട്ട ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് അറിയേണ്ട ചോദ്യങ്ങളൊക്കെ സുന്ദരേട്ടയോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും സുന്ദരേട്ട പറഞ്ഞുതരും. ഓക്കെ, തുടങ്ങാം. ഹലോ സുന്ദരേട്ട,
അപ്പോൾ എങ്ങനെ നെല്ലിക്കുളങ്ങര ഭഗവതി, അതായത് ഭഗവതിയുടെ കഥ എന്താണെന്നൊന്ന് പറഞ്ഞുതരൂ. മലയെന്നാണ് നെല്ലിയാമ്പതി മലയെന്നാണ് ഭഗവതി കൊടയിൽ പട്ടക്കൊടയിൽ ഇറങ്ങി വന്ന് നായർ വീട്ടിൽ വന്ന് ഇരുന്നു. അവിടുന്ന് നായർ വീട്ടിൽ നിന്നാണ് നെല്ലിക്കുളങ്ങര കാവിൽ വന്ന് ഇരിക്കണത്. അതാണ് ഐതിഹ്യം. അത് കഴിഞ്ഞ് മീനമാസം 1-ാം തീയതി മുതൽ ഈ കാവിൽ വന്ന് ഇരുന്ന ദിവസമാണോ വേല? അല്ല, കാവിൽ വന്ന് ഇരുന്ന് അത് മുതലാണ്. അതാണ് മീൻ 20-ാം തീയതി പറയുന്നത്. മീൻ 20-ാം തീയതി അന്ന് മുതൽ കളം എഴുതി, അതായത് ദൈവത്തിൻ്റെ വായിച്ച് കുറുപ്പന്മാരാണ് അത് വായിക്കുക. ആ 1-ാം തീയതി വല്ലേങ്കിൽ നിന്ന് പാണന്മാർ അവർക്കാണ് അവകാശം, കൂറിയുടെ പേര്. പക്ഷെ അത് അമ്പലത്തിനുള്ളിൽ അവർ കിടക്കില്ല. അവർ പട്ടിയും പട്ടക്കുടമായിട്ട് വീഴുവാദ്യത്തോടെ അവർ വന്ന് നെല്ലിക്കുളങ്ങര കാവിൽ വന്ന് ഉമ്മർത്ത് വന്ന് കാവിൽ വന്ന് അവർ ചോദിക്കും, കൂറിയുടെ എന്ന് ചോദിക്കുമ്പോൾ പൂക്കോട്ടം മണ്ണാടി അവർക്ക് അവകാശമുണ്ട്. അവരായിരുന്നു ആദ്യം വന്നത്. അത് പോയിട്ട് ഇപ്പോൾ ഇവരായി അവിടെ വന്ന് ദേശം എല്ലാ വല്ലങ്ങി ദേശവും നമ്മാറ ദേശവും ഉണ്ടാവും. അവരോടൊക്കെ ചോദിക്കും, വേലയ്ക്ക് വേണ്ടി കൂറിയുടെ ചോദിക്കും, കൂറിയിടനെ പറയും. അങ്ങനെ കളം വരച്ച സ്ഥലത്ത് വന്നിട്ടാണ് എല്ലാവരും കൂടി പറഞ്ഞ് കൂറിയിട്ട് അന്ന് കഴിയും. അത് കഴിഞ്ഞ് 7-ാം പക്കം മുതൽ ശീവേലി ഒരാന 3 വത്സം എഴുന്നള്ളത്തുണ്ട്. ആ ശീവേലി കഴിഞ്ഞിട്ട് കളം പാട്ട് കുറുപ്പന്മാരാണ് ഉള്ളത്. അവരിരുന്ന് പാടും. 1/4 മണിക്കൂറോളം പാട്ട് കഴിയും. പാട്ട് കഴിഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞു. ആ 7, 8, 9 ഇങ്ങനെ ശീവേലി നടന്നുകൊണ്ടിരിക്കും. മീനമാസം 9-ാം തീയതിയാണ് കുമ്മാട്ടി തുടങ്ങുന്നത്. ആ കുമ്മാട്ടി തുടങ്ങുന്നത് മന്നത്തുനിന്ന് വെട്ടക്കരം വരെ. അത് ദൈവസ്തുതിച്ച് പാടി, അത് കുത്തുവിളക്കും വാളും മുമ്പിൽ വെച്ച് പിന്നാലെ ആശാന്മാർ ചെണ്ട പിടിച്ച് ഭഗവതിയുടെ പാട്ട് പാടി കളിക്കും. കളിച്ചിട്ട് ഓരോ വീട്ടിൻ്റെ നായന്മാരുടെ വീട്ടിൻ്റെ ഉമ്മർത്ത് നിന്ന് ഓരോരു മിനിറ്റ് കൊട്ടിക്കലായിച്ച് എല്ലാ വീട്ടിലും എത്തി വേട്ടക്കരമം എത്തി നായർ വീട്ടിൻ്റെ ഉമ്മർത്ത് എത്തി വേട്ടക്കരമത്ത് അവസാനിക്കും. വേട്ടക്കരമത്തിൻ്റെ ഉള്ളിൽ ദൈവങ്ങൾക്ക് ഉണ്ട്. അവരവിടെ കൊട്ടിക്കലായിച്ച് പുറത്തും കൊട്ടിക്കലായിച്ച് വീണ്ടും വേട്ടക്കരമത്ത് വന്ന് അതേ പാട്ട് തുടങ്ങും. ആ പാട്ട് തുടങ്ങി അതേമാതിരി കളിക്കുകയും ചെയ്യും. ആ കളിച്ച് കഴിഞ്ഞ് അവസാനിക്കും. ആദ്യം അവസാനിച്ച് കഴിഞ്ഞ് ഒരു കൂക്ക വിളിക്കും, 2 കൂക്ക വിളിക്കും, ഇതിനെ വിളിക്കും. അത് കഴിഞ്ഞ് 7-ാമത്തെ അത് കഴിഞ്ഞാൽ 9 പ്രാവശ്യം കൂക്ക വിളിക്കും. 9 പ്രാവശ്യം കൂക്ക വിളിച്ച് വെടിപൊട്ടിയ അന്നത്തെ ചടങ്ങ് കഴിഞ്ഞു. ഇങ്ങനെ 9 ദിവസം. 9-ാമത്തെ കുമ്മാട്ടി വലിയ കുമ്മാട്ടി. അത് ഈ വലിയ കുമ്മാട്ടി കണിയമംഗലം, മനങ്ങോട്, വേട്ടക്കരമം, പുത്തന്തറ ഈ 4 ഭാഗത്തുനിന്നും വലിയ കുമ്മാട്ടിയിൽ മുള തുളച്ച് 10 നില, 13 നില, 15 നില സാധാരണ കൊണ്ടുവരും. ഇത്തവണ പിന്നെ 15ഉം 20ഒന്നും കൊണ്ടുവരാൻ നിർത്തിയില്ല. മന്നത്തിൻ്റെ ഉമ്മർത്ത് ഷെഡ് കെട്ടിയ കാരണം അതിൻ്റെ മുകളിൽ പോയില്ല. അതിൽ ഒതുങ്ങുന്ന കുമ്മാട്ടിയാണ് 4 ഭാഗത്തുനിന്ന് കൊണ്ടുവന്നത്. അത് ഈ 4 ഭാഗത്തുനിന്നും ഒരു 11 മണിയാകുമ്പോഴേക്കും മന്നത്തെത്തും. മന്നത്തുനിന്ന് ഇതേപോലെ പാട്ട് പാടി വേട്ടക്കരമ. അത് എല്ലാ വീട്ടിലും നിൽക്കില്ല, അന്ന് തിരക്കില്ലേ. അപ്പോൾ എഴുന്നള്ളത്ത് എല്ലാ വീട്ടിൽ നേരെ മന്നത്തുനിന്ന് പുറപ്പെട്ട് വേട്ടക്കരത്തിൽ പോയി അവസാനിച്ച് ഇതേമാതിരി പാട്ട് പാടി കൂക്ക വിളിച്ച് കഥന പൊട്ടി അതോടെ അവസാനിക്കും. അവസാനത്തെ കുമ്മാട്ടി പിറ്റേ ദിവസമാണ് കരിവേലി. ഇതേമാതിരി തന്നെ കരിവേഷം മുഖത്തും ഇതൊക്കെ തേച്ച് വേപ്പലൊക്കെ പിടിച്ച് കെട്ടി എല്ലാ വീട്ടിൽ നിന്നും വരും. അതേമാതിരി കണിയമംഗലം, മനങ്ങോട്, പുത്തന്തറ ഇത് 4 ഭാഗത്തും മന്നത്ത് അതേപോലെ ഈ പാട്ട് പാടി നായർ വീട്ടിൽ പോകും. നായർ വീട്ടിൽ പോയിട്ട് അവിടെ പട വെച്ച് കൊട്ടി കലായിച്ച് എഴുന്നള്ളത്ത് അങ്ങനെ കണിയമംഗലം ഗ്രാമത്തിൽ പോകും. അവിടെ വൈറ്റി പാട്ടാളിയുണ്ട്. അവിടെ പോയി പറ വെച്ച് അവിടുന്ന് കൊട്ടി കളിച്ച് വീണ്ടും വന്നതിന് ശേഷം അതുവരെ അപ്പോഴേക്കും താലപ്പൊലി ഇവിടെ തുടങ്ങും. അത് 9-ാം തീയതി കരിവേലയില്ല. കരിവേല അത് കഴിഞ്ഞ് വേട്ടക്കരത്തിൽ അവസാനിക്കും. കരിവേല കഴിഞ്ഞ് പിന്നെ ആണ്ടിവേല ദിവസം രാവിലെ ചമയം പ്രദർശനം. അതിന് ആൾക്കാരൊക്കെ കൂടി രാവിലെ ഒരു മേളം ഉണ്ടാകും. അത് കഴിഞ്ഞ് ചമയ പ്രദർശനം. തവണ ആരാ വന്ന് ജയം വന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് ചമയ പ്രദർശനം തുടങ്ങും. അതോടെ രാവിലത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ വൈകിട്ട് ആണ്ടിവേല, ആനലേലം 10 മണിക്ക് തുടങ്ങും. ആ ആന 9 ആന 10 11 ആന വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആര് വിളിക്കണോ അവരുടെ വീട്ടിലേക്ക് ഈ ആനയെ കൊണ്ടുപോയി
ആനയ്ക്കുള്ള ഫുഡ് കൊടുത്ത് ഒരു വാദ്യം മറ്റേ ഒന്നുമില്ല നാസരം അല്ലെങ്കിൽ ഈഴവാദ്യം ഏതെങ്കിലുമൊക്കെ കൂട്ടി മന്നത്ത് എത്തും. അത് വേറെ ദിവസമാണ്. ആണ്ടിവേലയ്ക്ക് അങ്ങനെയില്ല. ആണ്ടിവേലയ്ക്ക് ഇത് കഴിഞ്ഞാൽ അംശാരി പടിയില്ല 8 മണിക്ക് സാമ്പിൾ പഠിക്കട്ടെ. ഇന്നലെ വൈകുന്നേരം അതെ സാമ്പിൾ പഠിക്കട്ടെ. അത് കഴിഞ്ഞ് അങ്ങനെ ആൾക്കാർ സമയപ്രദർശനം കാണാൻ വരും. അത് കഴിഞ്ഞ് പന്തൽ കാണാൻ പോകും ആൾക്കാർ. പന്തൽ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ലൈറ്റൊക്കെ ഇട്ടുണ്ടാകും. സമയപ്രദർശനം കണ്ട് പന്തൽ കാണുന്നവരുണ്ട്, പന്തൽ കണ്ട് ഇത് ഇവിടേക്ക് വരുന്നവരുണ്ട്. അതോടെ ആണ്ടിവേല കഴിയും. വേല ദിവസം രാവിലെ 6:30 മണിക്ക് വരിയോല വായിച്ച് വേറെ ദിവസം അമ്പലങ്ങളിൽ മാത്രം പറയെടുക്കും. വേറെ എവിടെയും പോയില്ല അമ്പലം. ബാക്കിയുള്ള ദിവസമൊക്കെ എല്ലാ വീട്ടിലും പോയി പറയെടുത്തിരും. വേറെ ദിവസം ബാക്കിയുള്ള വീട്ടിൽ പോകാൻ പറ്റാത്ത കാരണം അമ്പലങ്ങളിൽ പാറയെടുത്ത് 11 മണി എഴുന്നള്ളത്ത് 11 മണിക്ക് തുടങ്ങും കോലം കയറ്റി. അതിനു മുമ്പ് ഈ വീട്ടുകളിൽ ലേലം വിളിച്ച് ആനയൊക്കെ പന്തലിൽ എത്തിക്കണം. 11 മണിക്ക് മുമ്പ് എത്തിക്കണം. എന്നിട്ട് 11 മണിക്ക് കോലം കയറ്റി. കോലം കയറ്റി അതിന് മുമ്പ് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് ഇത് കഴിഞ്ഞ് പഞ്ചവാദ്യം തുടങ്ങും. മന്നത്തും തുടങ്ങി വേട്ടക്കരും വരെ പഞ്ചവാദ്യം. വേട്ടക്കരം വിട്ട് കഴിഞ്ഞാൽ പാണ്ടിമേളം. അത് അങ്ങേറ്റം എത്തുന്നവരെ പാണ്ടിമേളം. പകൽവേല 4:50 മണിക്ക് കാവിലെത്തും. 4:50 പകലത്തെ വെടിക്കെട്ട് കുറച്ച് പൊട്ടും. കുറച്ച് സാമ്പിൾ വരും. അത് മസ്റ്റാണ്. എല്ലാ കൊല്ലവും 4:50. അത് കഴിഞ്ഞ് 6:30 മണിക്കാണ് വീണ്ടും വെടിക്കെട്ട്. വല്ലയങ്കാർ ആദ്യം ആന എപ്പോഴാണ് നിരക്കുന്നത്? 4:50 മണിക്ക് പന്തലിൽ വന്ന് നിരക്കും. എന്നിട്ട് കുടമാറ്റമൊക്കെ ഉണ്ടാവും. വെടിക്കെട്ട് എവിടെ ആന അവിടെ പന്തലിൽ നിൽക്കും ആന. ഓക്കെ, പന്തലിൽ നിന്ന് കഴിഞ്ഞാൽ വെടിക്കെട്ട് 4:50 പൊട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ കുടയോട്ട് ഇതൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. മരുന്നൊക്കെ നേരത്തിട്ടായിരുന്നു വഴിമരുന്ന് ഇട്ടുണ്ടാവില്ല. ഇതെന്ന് വല്ലതും പിടിച്ചാലോ പണ്ട്. അപ്പോൾ വല്ലയക്കാർ വന്ന് കാവ് കയറും. ഈ 4:50 ശേഷം വല്ലയക്കാർ വന്ന് കാവ് ഇറങ്ങിയതിന് ശേഷമേ വല്ലയക്കാർ 6:30 മണിക്ക് പൊട്ടിക്കുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ആനയൊക്കെ ചുവട്ടിലേക്ക് ഇറങ്ങി നമ്മളവിടെ ആൽത്തറ അവിടെ പാണ്ടിമേളം തുടങ്ങും. അത് 6:30 മണിയാകുമ്പോഴേക്കും അവസാനിക്കും. വല്ലയക്കാർ ഈ ആന കാവ് കയറി കഴിഞ്ഞാൽ പോവും പന്തലിൽ. വല്ലയക്കാരുടെ പന്തലിൽ പോയിട്ട് നിന്നിട്ട് വല്ലയക്കാർ കൊടുത്തു. നമ്മാറക്കാരുടെ പാണ്ടിമേളം തുടങ്ങും. അത് അപ്പോഴേക്ക് കൊളുത്തി കഴിയുമ്പോൾ 6:45 7 മണിയാകും വല്ലയക്കാരെ കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് നമ്മാർക്കാർ കൊളുത്തിയ കഴിഞ്ഞു. വെടിക്കെട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവും. 8 മണിക്ക് രാത്രി 8 മണിക്ക് തായമ്പോ തുടങ്ങും. എവിടെയാണ്? മന്നത്ത് തായമ്പോ തുടങ്ങും 8 മണിക്ക്. അത് തുടങ്ങി 2 മണിക്കൂർ 8, 2, 10. അത് കഴിഞ്ഞും കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്. അത് കഴിയുമ്പോഴേക്ക് ഏകദേശം 11 മണിയാവണി. അപ്പോഴേക്ക് ആനകളൊക്കെ വരും. തടമ്പും പട്ടമൊക്കെ കെട്ടി 11 ആനകളും വന്ന് നിൽക്കും. 11 മണിയാകുമ്പോൾ തടമ്പ് കയറ്റും. പഞ്ചവാദ്യം തുടങ്ങും. എത്ര നേരം വരയ്ക്കുണ്ടാവും? 1 മണി 11 മണിക്കായിട്ട് 2 മണിക്കൂർ മന്നത്ത് കൊട്ടും. അതിനുശേഷം എഴുന്നള്ളത്തായിട്ട് വേട്ടക്കരമെത്തിക്കും. രാത്രി പഞ്ചവാദ്യം വേട്ടക്കരമെത്തുന്ന കാവ് വരെ പഞ്ചവാദ്യം. വേറെ ഗ്യാപ്പൊന്നുമില്ല. എന്നിട്ട് രാത്രി വെടിക്കെട്ട് 3 മണിക്ക്. അപ്പൊ ഈ പഞ്ചവാദ്യം കഴിഞ്ഞതിന് ശേഷം വെടിക്കെട്ട്. പഞ്ചവാദ്യം കഴിഞ്ഞ് 3 മണിയാകുമ്പോഴേക്കും ആന പന്തലെത്തും. ഈ 11 ആനയും പന്തലെത്തില്ല. ഒരാന തടുമ്പ് വെച്ച ആന മാത്രം പന്തലെത്തും. ബാക്കിയൊക്കെ പാർക്ക് ബസ് സ്റ്റാൻഡിന്റെ ആ ഭാഗത്ത് നിൽക്കും. അത് കഴിഞ്ഞ് ആദ്യം കൊല്ലം നമ്മാർക്കാരാണ് ആദ്യം പടക്കം കൊടുക്കുക. കൃത്യം 3 മണിക്ക്. അത് കഴിഞ്ഞിട്ടാണ് വലയക്കാരുടെ വെടിക്കെട്ട്. ഓരോ കൊല്ലം ആൾട്ടർനേറ്റീവ് ആണ്. ഒരു കൊല്ലം നമ്മാറ, ഒരു കൊല്ലം വല്ലങ്ങി, തവണ നമ്മാറയാണ്. അടുത്ത കൊല്ലം അതിന് രാവിലെ തിടമ്പിറക്കും. രാവിലെ അത് കഴിഞ്ഞ് ഈ കുടമാറ്റം കഴിഞ്ഞ് ഈ കുട എല്ലാം ഓരോരുത്തർ പിടിച്ച് ആ കുടയും വീഴവാദ്യവും ആനയായിട്ട് വരിവരായിട്ട് എഴുന്നള്ളിച്ച് മന്നത്ത് വരും. മന്നത്ത് വന്ന് കോലം ഇറക്കും. അതോടെ വേല കഴിഞ്ഞു. അപ്പൊ വേല ഒരു ദിവസത്തെ പരിപാടി അല്ല, 20 ദിവസം. എത്ര ദിവസം? 20 ദിവസത്തെ പരിപാടിയാണ്. പ്രധാനം കരിവേല, ആണ്ടിവേല, വേല കഴിഞ്ഞ പിറ്റേ ദിവസമാണ് നമ്മുടെ ആൾക്കാരൊക്കെ തിരക്ക് കൊള്ളാൻ വയ്യാണ്ട് 4-ാം തീയതി 3-ാം തീയതി വേലയും 4-ാം തീയതിയാണ് പന്തൽ കാണാൻ പോകുക. അന്ന് വെടിക്കെട്ടൊന്നും ഉണ്ടാവില്ല. പന്തൽ കാണാൻ നല്ല തിരക്കുണ്ടാവുന്നു. അതോടെ സമാപ്തം. അപ്പോൾ താങ്ക് യു സോ മച്ച് സുന്ദരേട്ടാ.
വണ്ടി വിട്ടിട്ടേക്ക് വല്ലതും പറയും. ഇല്ല ഇല്ല, താങ്ക് യു സോ മച്ച്. ഓ താങ്ക് യു. അപ്പോൾ ഒരു ഹാപ്പി വേലയൊക്കെ പറയൂ. ഓ ഹാപ്പി വേല. ഓക്കെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ, നന്നായിരിക്കട്ടെ. ഓക്കെ സുന്ദരേട്ടാ, താങ്ക് യു. വെൽക്കം വെൽക്കം വെൽക്കം. Bye.